തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു നെല്ലിക്ക വലിപ്പം വാളംപുളി ഇങ്ങനെ പിച്ചിയിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 1 മുറി തേങ്ങ. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. ഇത് അരയ്ക്കുമ്പം മുമ്പ് മുളകും ഉള്ളിയും അരച്ചതുപോലെ അരയ്ക്കണ്ട. ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നോക്കണം അരഞ്ഞു വന്ന്. അതിന് ശേഷമേ ഇത് വീണ്ടും അരയ്ക്കാവുള്ളൂ. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചിട്ട് ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ എല്ലാം കൂടെ ഒരു സ്പാറ്റിലോ സ്പൂണോ വല്ലതും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും. ഈ ചമ്മന്തി ഒരുപാട് അരയാൻ പാടില്ലല്ലോ. അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ചേർത്തോളൂ. ഡിഷിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കണം. പോരാത്ത പക്ഷം കുറേശ്ശെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം.